ധനവകുപ്പ് മുഖ്യമന്ത്രി കൈവശം വയ്ക്കാൻ തീരുമാനിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ധനകാര്യ എക്സ്പെർട്ടീസൊക്കെ തന്നെ ഇതിന് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല അദ്ദേഹത്തിന് എപ്പോഴും ഈ ഒരു ധനകാര്യ മാനേജ്മെൻറ്റിലൊക്കെ അദ്ദേഹത്തിന് ഒരു പ്രാവീണ്യമുണ്ട്. പക്ഷേ അദ്ദേഹം ഭരിച്ച് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും, അദ്ദേഹം തന്നെയാണല്ലോ പറഞ്ഞത് പൂച്ച വെറ്റ് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ട്രഷറിയിൽ. അപ്പോൾ ആ ഖജനാവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു ഒരു ഫിസ്ക്കൽ പോളിസിയിലൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു അവഗാഹമുള്ള ഒരാൾ ഇതിൻ്റെ തലപ്പത്ത് വരും നല്ലതാണ്. ഗോപിയുടെ ഒരു അഭിപ്രായം എന്താ? അതായത് ഈ വളരെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ പുതിയ സർക്കാരിനെ കേരളത്തിലെ ജനം ഒന്നാകെ നോക്കിക്കാണുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശനെ പോലെ ഒരാൾ വരുന്നു എന്നത് തന്നെയാണ്. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. അതിന് ആ സർക്കാർ പറഞ്ഞിരുന്ന കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള അവഗണനയാണ്. കേരളം എന്ന സംസ്ഥാനത്തോട് തുടർന്ന് വരുന്ന അവഗണനയാണ് യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് അടിത്തറ പാകിയത് എന്നതായിരുന്നു. മാത്രമല്ല ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുക എന്നത് അത്ര എളുപ്പമല്ല എന്ന ഒരു അഭിപ്രായം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണം ഇടതുമുന്നണി സർക്കാരിനുണ്ടായിരുന്നു. നമുക്കറിയാം, വി ഡി സതീശൻ അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പറഞ്ഞത് പാപ്പരായ ഒരു സംസ്ഥാനമാണ്, അതിൻ്റെ ഭരണമാണ് വി ഡി സതീശൻ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും, അതായത് ജനപ്രിയമായ പ്രഖ്യാപനങ്ങളൊന്നും തുടക്കത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് എന്നാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല. അതിന് കേന്ദ്രത്തിന് മാത്രമല്ല കുറ്റം പറയേണ്ടത്, നമ്മളുടെ ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പാളിച്ചകളും വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ മേഖലയിലെ തന്നെ വിദഗ്ധർ പറയുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ പ്രശ്നം, അതായത് ഒരു രാഷ്ട്രീയക്കാരനും ഒരു അഡ്മിനിസ്ട്രേറ്ററും, ഒരു പൊളിറ്റീഷ്യനും ഒരു അഡ്മിനിസ്ട്രേറ്ററും ഒരു സബ്ജക്ട് എക്സ്പേർട്ടും, അതായത് വിഷയത്തിൽ വൈദഗ്ധ്യമുള്ള ഒരാളും ഒരു രാഷ്ട്രീയക്കാരനും അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനും ഒരു ഭരണകർത്താവും, ഇത് മൂന്ന് കപ്പാസിറ്റിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിഷയത്തിൽ വൈദഗ്ധ്യമുണ്ട് അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പരിജ്ഞാനമുണ്ട് എന്നത് യഥാർത്ഥത്തിൽ അയാളൊരു നല്ല ഭരണകർത്താവായി മാറും എന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അല്ല. അതുപോലെ തന്നെ നല്ലൊരു രാഷ്ട്രീയക്കാരനോ പൊതുപ്രവർത്തകനോ ആണ് എന്നതും ഈ നല്ല ഭരണകർത്താവാകുന്നതിനുള്ള മാനദണ്ഡമല്ല. പക്ഷെ ഇതെല്ലാം കൂടി ഒരുപോലെ ഒന്നിച്ചു ചേരുന്ന ഒരു വ്യക്തിത്വമാണ് വി ഡി സതീശൻ്റെതെങ്കിൽ അത് സ്വാഭാവികമായും നമ്മുടെ സാമ്പത്തിക ദുസ്ഥിതിയിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ സഹായകരമായ രീതിയിലുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം തന്നെ ഈ അമിതമായ പ്രതീക്ഷ സർക്കാരിന് മേൽ അമിതമായ ഭാരം തന്നെയാണ്. കാരണം വനിതകൾക്ക് KSRTCയിലെ സൗജന്യ യാത്ര വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ്. ആശാ വർക്കർമാരുടെ വേതന വ്യവസ്ഥയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ സാമ്പത്തികമായി നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉറപ്പ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ സാമ്പത്തികമായി നമുക്ക് വലിയ ബാധ്യതയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ അത് ജനപ്രിയമാണ്, നമ്മൾ അംഗീകരിക്കുന്നതാണ്, നടപ്പാക്കേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ നടപ്പാക്കുമ്പോൾ എവിടെ നിന്നാണ് നമ്മുടെ വരുമാന സ്രോതസ്സുകൾ? കിഫ്ബിയിലൂടെ നമ്മൾ നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ, അതിൻ്റെ തുടർച്ച എങ്ങനെയായിരിക്കും? വി ഡി സതീശൻ തന്നെ പറഞ്ഞത് ഒരു സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ അത് മറ്റൊരു സർക്കാർ വരുമ്പോൾ അവസാനിപ്പിക്കില്ല. കാരണം സർക്കാരുകൾ തുടർച്ചയാണ്. ഏതെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് വരുത്തുമെന്നല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും ഞാൻ കൊണ്ടുവരില്ല എന്നാണ്. നമുക്കറിയാം, TM തോമസ് ഐസക്കുമായി ധനകാര്യ വിഷയങ്ങളിൽ തുറന്ന സംവാദത്തിന് തയ്യാറായിട്ടുള്ള ആളാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിന് ധനകാര്യ കാര്യങ്ങളിൽ ഒരു കാഴ്ചപ്പാടുണ്ട്, അദ്ദേഹത്തിന് ഒരു വിഷനുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേക പരിതസ്ഥിതിയിൽ ഈ കൂട്ടുകക്ഷി സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് എത്രത്തോളം ക്രിയാത്മകമായി ഈ പ്രതിസന്ധിയെ അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണണം. ഏതായാലും നമ്മൾ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ, വളരെ പോസിറ്റീവായിട്ടും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാണേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് വി ഡി സതീശൻ്റെ ഭരണകാലം കേരളത്തിൻ്റെ ഖജനാവിൽ എന്താണ് ബാക്കി വയ്ക്കാൻ പോകുന്നത് എന്നത് നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പൂച്ചയെങ്കിലും എവിടെ നിന്ന് എഴുന്നേറ്റ് പോകും അല്ലേ? ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.